ജനങ്ങളെ സാധാരണക്കാരെ പിടിച്ചു വലിക്കുന്ന ഈ വലിച്ചു കത്തിക്കൊണ്ട് കീറുന്ന ഈ പ്രവർത്തനം സർക്കാർ എന്ന് നിർത്തുന്നുവോ അന്ന് റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്മെന്റ് ആവും. നിങ്ങൾക്കറിയോ, എൻ്റെ ഒരു കച്ചവടം, ഞാൻ ചെയ്ത കച്ചവടം, ആ കച്ചവടം 10 സെന്റ് ഭൂമിയായിരുന്നു. ഈ 10 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ എത്ര വില വന്നറിയാം നിങ്ങൾക്ക്? 95,000 രൂപ വാങ്ങി രജിസ്ട്രേഷൻ ഫീ, എടക്കര രജിസ്ട്രേഷനിൽ. അത് ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ ഞങ്ങൾ കൊടുത്തു, മാറ്റി വെച്ചു. എന്താ വെച്ചാൽ വാല്യുവേഷൻ ഇട്ടത് കുറവാണ് എന്ന്. പണി തീരാത്തൊരു വീട്, അതിന്റെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ല, ജനൽപ്പാളി വെച്ചിട്ടില്ല, വാതിൽ വെച്ചിട്ടില്ല. എന്നിട്ട് പണി തീരാത്ത വീടിന് ഇവര് പുതിയ വീടിന്റെ പൈസ പഞ്ചായത്തിലേക്ക് വിളിച്ചു, മൂത്തേടം പഞ്ചായത്തിലേക്ക് വിളിച്ചു. അവിടുത്തെ രജിസ്റ്റർ ഓഫീസ് വിളിക്കുക മൂത്തേടം പഞ്ചായത്തിലേക്ക്. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുക, ഈ വീട് നിങ്ങൾക്ക് അറിയോ? അറിയും. ആ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ അവർ ഞെട്ടിക്കുക നമ്മളോട്, നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഈ റേറ്റിനിട്ടോ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വാല്യുവേഷൻ എഞ്ചിനീയർ വരും, ആ റേറ്റ് കൊടുക്കേണ്ടി വരും. പിടിച്ചു വാങ്ങാം. സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാർ പിടിച്ചു വാങ്ങി നക്കി തിന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. 10 സെന്റ് ഭൂമിയും അതുപോലെ ഒരു വീടും 1300 സ്ക്വയർ ഫീറ്റ് പണി തീരാത്തൊരു വീട് രജിസ്റ്റർ ചെയ്യാൻ 95,000 രൂപ വാങ്ങിയത്. അതേ വീടിന് തന്നെ നമ്പർ ഇടിക്കാൻ 26,000 രൂപ വേറെ വാങ്ങി. ഭയങ്കര കോമഡി ഇതൊന്നുമല്ല. ഒരു പെർമിറ്റ് എടുക്കുമ്പോൾ 25,000 30,000 ആദ്യം കെട്ടണമായിരുന്നു. എന്നാൽ ഇപ്പം അതിന് പകുതി കെട്ടിയാൽ മതി. പിന്നെ നമ്പർ എടുക്കാൻ പോകുമ്പോൾ അവർ വേറൊരു പൈസ വാങ്ങും. എന്താണറിയോ? ലേബർ ചാർജ് എന്ന് പറഞ്ഞിട്ട്. ഏത് ലേബർ ചാർജ്, ഏത് ലേബർ കൊടുക്കാനെന്ന് അറിയില്ല. ആ പൈസ അങ്ങനെ 2 ഘട്ടമായിട്ട് വാങ്ങാം. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 95,000 പ്ലസ് 26,000 എത്രയായി? 1,21,000 രൂപയാണ് ഒരു വീട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ കച്ചവടം നടക്കുക? ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കണം. സുബൈർ ബാപ്പു പറയുന്ന ഒരു കാര്യം മനസ്സിലായിക്കോ. ഒരു നാട്ടില് എല്ലാവർക്കും സാധാരണക്കാരാണ് 5 സെന്റും 10 സെന്റും വാങ്ങുന്നത്. ഇവിടെ ഒരു മുതലാളിന്റെ അടുത്ത് 5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് 10 സെന്റ് കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടില്ല. അത് അദ്ദേഹം ഒരു ഹോൾസെയിൽ ഡീലർക്ക് കൊടുക്കേണ്ടി വരും. ഒരു കടയിൽ നിന്ന് ഡയറക്റ്റ് ആരും വാങ്ങാറില്ല. വിൽപ്പന നടത്താറുണ്ടോ? ഇല്ല. എന്താണ് ഒരു സംഭവം? എന്താണ് നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു സിമെന്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സിമെന്റ് വാങ്ങുമോ? നമ്മളൊരു കടയിൽ നിന്നാ വാങ്ങാം. ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ആര് വാങ്ങും? ഒരു റീറ്റെയിൽ കടക്കാരൻ വാങ്ങും. ആ റീറ്റെയിൽ കടക്കാരൻ നമുക്ക് തരും, അല്ലേ? അതല്ലേ അതിന്റെ പതിവ്? ആണോ? അല്ലേ? അത് തന്നെ പതിവ്. എന്താണെങ്കിലും ഒരു അരിക്കാട നമ്മൾ ഗോഡൌണിൽ പോയിട്ടാണ് വാങ്ങാറുള്ളത്. നമ്മൾ നേരെ പലചരക്ക് കടയിൽ വാങ്ങും. അപ്പൊ അതിനാരുണ്ട്? ഇടയിലൊരു ഡീലറുണ്ട്. എന്നാൽ ഭൂമിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഡീലർക്ക് അവസരം കൊടുക്കൂല എന്ന സർക്കാർ പറയുന്നത്. അത് തെറ്റായ നയമാണ്. ഒരു 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അത് ഡീലർക്ക് കൊടുക്കണം. ആ ഡീലറ് പ്ലോട്ടായിട്ട് കൊടുക്കണം. അതിന്റെ സമയമാകുമ്പോൾ ആ ഡീലർക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വാല്യുവേഷൻ കാരണം മഹാമാരി കൊണ്ട് തലയിൽ വെച്ചിരിക്കല്ലേ. ഒരു 10 സെന്റ് രജിസ്റ്റർ ചെയ്യാൻ എത്ര? ഓരോ പഞ്ചായത്തിലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ തിരുവാലി പഞ്ചായത്തിൽ ഒരു 10 സെന്റ് രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചു. 40,000 രൂപ വാങ്ങി 10 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാനേ. എന്താണ് ഇത്ര ചെലവ് സർക്കാരിന്? ഇത് രജിസ്റ്റർ ഫീ എത്രയാണ് ഇതിന് വാങ്ങുന്നത്? ഇത്ര പൈസ വാങ്ങേണ്ട എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന്? ഒരു 10 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ പൈസ വാങ്ങുന്നു, അത് തീർന്നോ? അതിലൊരു വീട് വെക്കണമെങ്കിൽ വീണ്ടും പൈസ വാങ്ങുന്നു, അത് തീർന്നോ? നമ്പർ ഇടാൻ വീണ്ടും പൈസ വാങ്ങുന്നു. ഒരു 10 സെന്റ് വാങ്ങിയിട്ട് ഒരു വീട് വെക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്ന സംഖ്യ എത്ര? 1,00,000 രൂപ എവിടെ തൊടാതെ കിട്ടും, പല വകയായിട്ട്. അത് പഞ്ചായത്തിലും വില്ലേജിലും രജിസ്റ്റർ ഓഫീസിലും ചേർന്ന് ഇല്ലേ? എന്തിനാടോ ഇങ്ങനെയൊക്കെ നക്കി തിന്ന് അരന്ന് തിന്ന് ജീവിക്കുന്ന സർക്കാരുകളെ? ഈ സർക്കാർ അങ്ങനെ ജനങ്ങളല്ലേ, ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ നിങ്ങളെ? ഇത്ര പൈസ നിങ്ങൾ എന്തിനാ വാങ്ങുന്നത്? മാന്യമായ ഫീ വാങ്ങ്. 10 വർഷം മുമ്പ് എത്രയായിരുന്നു? ആരാ പ്രതികരിക്കാനുള്ളത്? പ്രതിഷേധിക്കാൻ ആരാ ഉള്ളത്? അപ്പൊ ഇത് നിർത്തിയാൽ മാത്രമേ റിയൽ എസ്റ്റേറ്റ് മേഖല വളരുകയുള്ളൂ. റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്മെന്റ് ആകണമെങ്കിൽ സർക്കാരിന്റെ കൊള്ള നിർത്തണം. പകൽ കൊള്ള. 5 സെന്റ് ഭൂമി വാങ്ങുന്നതിന് വാങ്ങട്ടെ, 10 സെന്റ് വാങ്ങുന്നതിന് വാങ്ങട്ടെ. ഇതിന് പകൽ കൊള്ള വാങ്ങാം. ഒരു മനുഷ്യന് 1000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ വീട് വെച്ച് കഴിഞ്ഞാൽ അവന് ഇരട്ടി പൈസ വാങ്ങാം. എടോ, അവൻ വാങ്ങുന്ന ഭൂമി അവൻ ഇഷ്ടപ്രകാരമുള്ള വീട് വെക്കട്ടെ, മാന്യമായൊരു പൈസ നീ വാങ്ങിക്കോ. പക്ഷെ ഇതൊക്കെ വാങ്ങിയാലും വീടിന്റെ മേലൊക്കെ എന്തെങ്കിലും വിള്ളിലോ പൊട്ടലോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം സർക്കാർ കൊടുക്കൂല. ഒരു വീടിന്റെ മേലെ ഒരു മരം വീണ് കഴിഞ്ഞാൽ സർക്കാർ ഒരു ആനുകൂല്യം കൊടുക്കൂല. ഈ പൈസ ഒക്കെ എന്തിനാ വാങ്ങിക്കുന്നത്? അതിന് ആനുകൂല്യമായിട്ടാ വാങ്ങുന്നത്. ഇങ്ങനെ ജനങ്ങളെ പിഞ്ഞ് 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 ഇല്ലാതെയാക്കി കറവ പറ്റിയ പശു പോലെ ഓരോ മലയാളിയെയും ഇന്ന് സർക്കാർ മാറ്റി. തിന്നുന്നിടത്ത്, കുടിക്കുന്നിടത്ത്, ഉറങ്ങുന്നിടത്ത് എല്ലാത്തിനും പൈസ. വെള്ളം മുതൽ
ടോയ്ലറ്റ് മുതൽ എല്ലായിടത്തും പൈസ വാങ്ങിയാണ്ട് നക്കി തിന്നുകൊണ്ടിരിക്കുക നിങ്ങൾ.